PSC വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഞ്ചവത്സര പദ്ധതികളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പഞ്ചവത്സര പദ്ധതി. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. പഞ്ചവത്സര പദ്ധതികൾ. ഈ ഒരാശയം ഇന്ത്യ കടം കൊണ്ടത് USSR അഥവാ റഷ്യയിൽ നിന്നാണ്. 1928 ലോകത്ത് ആദ്യമായി പഞ്ചവത്സര പദ്ധതി ആവിഷ്കരിച്ചത് ജോസഫ് സ്റ്റാലിനാണ്. അപ്പോൾ ഡേറ്റ് മറക്കല്ലേ, 1928 ജോസഫ് സ്റ്റാലിൻ. ഇത് രണ്ടും ഓർമ്മിച്ച് വെക്കുക. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി തുടങ്ങിയത്. അപ്പോൾ ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. അതുപോലെ 12 പഞ്ചവത്സര പദ്ധതികളാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ സാമ്പത്തിക പുരോഗതി കൈവരിക്കുക, അതുപോലെ ആധുനികവൽക്കരണം, സ്വയം പര്യാപ്തത നേടുക, സാമൂഹിക സമത്വം. ഇത്തരത്തിലുള്ള 4 കാര്യങ്ങളാണ് പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിടുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 1956 വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു 1951 ഡിസംബർ 8-നാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ഇത് കാർഷിക പദ്ധതി, ഹരോഡ് ഡോമർ മാതൃക എന്നീ 2 പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഡോക്ടർ KN രാജ് ആണ് ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത്. 1951 ഡിസംബറിലാണ് ഇതിൻ്റെ കരട് രൂപം പ്രസിദ്ധീകരിച്ചത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് കൃഷിക്കും അതുപോലെ തന്നെ ജലസേചനത്തിനുമാണ്. 1953 ഡിസംബർ 28-ന് UGC നിലവിൽ വന്നു. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേതാണ് 1953 ഡിസംബർ 28-ന് UGC നിലവിൽ വന്നത്. അതുപോലെ 5 IITകൾ നിലവിൽ വന്നു. അതുപോലെ CDP അഥവാ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കൊണ്ടുവന്നു. കൂടാതെ കുടുംബാസൂത്രണം നടപ്പിലാക്കി. ഭക്രാനങ്കൽ, ഹിരാക്കുഡ് എന്നീ അണക്കെട്ടുകൾ ഈ ഒരു ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് നിർമ്മിക്കുന്നത്. ഭക്രാനങ്കൽ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആ ഉദ്ഘാടന വേളയിൽ അദ്ദേഹം പറയുകയുണ്ടായി, അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന്. അപ്പം ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ചെറിയൊരു റിവിഷൻ പോലെ നമുക്കൊന്ന് നടത്താം. പ്രധാനപ്പെട്ട പോയിൻ്റാണ് പറയുന്നത്, അപ്പം മനസ്സിലാക്കി വെക്കുക. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയത്. കൂടാതെ ഇത് റഷ്യയിൽ നിന്നാണ് ഈ ഒരു ആശയം കടമെടുത്തത്. ജോസഫ് സ്റ്റാലിനാണ് ഈ ഒരു പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന ആശയം ആവിഷ്കരിച്ചത്. കൂടാതെ 1951 മുതൽ 56 വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. ഇത് ഊന്നൽ നൽകിയത് ജലസേചനത്തിനും കൃഷിക്കുമാണ്. അതുകൊണ്ട് തന്നെ ഇത് കാർഷിക പദ്ധതി എന്നും അറിയപ്പെടുന്നുണ്ട്. കൂടാതെ ഹരോഡ് ഡോമർ മാതൃക എന്നും ഇതറിയപ്പെടുന്നുണ്ട്. ഈ ഒരു പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ഭക്രാനങ്കൽ അണക്കെട്ടും ഹിരാക്കുഡ് അണക്കെട്ടും സ്ഥാപിക്കുന്നത്. അതുപോലെ
ഇതിൻ്റെ വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ചത് 2.1 അത് കൈവരിച്ചത് 3.6 അത് ഓർമ്മിച്ച് വെക്കുക. കൂടാതെ UGC നിലവിൽ വന്നു, IITകൾ നിലവിൽ വന്നു, കുടുംബാസൂത്രണം നടപ്പിലാക്കി, CDP കൊണ്ടുവന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് വെക്കുക. കൂടാതെ കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ വന്നതും ഈ ഒരു പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. അതും ഓർമ്മിക്കുക. പിന്നെ 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ഡോക്ടർ KN രാജ്. ഇതുകൂടി ഓർമ്മിച്ച് വെക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.